ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പാതിരാമണൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ദ്വീപിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളെ ഈ ദ്വീപിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഷിക്കാരയും സ്പീഡ് ബോട്ടും ഉണ്ട്. ദ്വീപ് ചുറ്റിക്കറങ്ങി കാണുന്നതിന് അവർ നമ്മളോട് ഈടാക്കുന്നത് 1000 രൂപയാണ്. അതേസമയം ദ്വീപിലേക്ക് വന്നിറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ അവർ നമ്മളോട് ഈടാക്കുന്നത് 600 രൂപയാണ്. ദ്വീപിലേക്ക് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ ഒരാൾക്ക് 20 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. ആ പാസും കൂടെ നമ്മൾ മേടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ടേക്ക്, അതായത് ഈ ദ്വീപിനകത്തോട്ടേക്ക് കാണാൻ വേണ്ടി കയറാൻ പാടുള്ളൂ. എങ്ങും നോക്കിയാൽ പച്ചപ്പാണ്. ഇത്രയേറെ അത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടം ഒരു എന്താ പറയുക, നഷ്ടം ആയി തോന്നില്ല. കാരണം എങ്ങും പച്ചപ്പ്, നല്ല മണ്ണ്, നല്ല വെള്ള മണ്ണ്. ഇതുകൂടാതെ ഇതുപോലെ ചെറിയ ചെറിയ തടാകങ്ങൾ, കുളങ്ങൾ കണ്ട് നടക്കാൻ, ആ തണലത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നെയും ബെറ്ററായി. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വരുമ്പോൾ അവിടെ എന്താ പറയുക, ഇതുപോലെ ജ്യൂസുകളൊക്കെ വിൽക്കുന്ന കടകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജ്യൂസസ് വിൽക്കുന്ന ചെറിയൊരു മാടക്കടകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. 5000 രൂപയാണ് അവർ പിഴ ഈടാക്കുന്നത്. അതിൻ്റെ ഒരു ബോർഡും ഒക്കെ അവരവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 5000 രൂപ പിഴ. ആൾക്കാരിടുന്ന പോലെ എനിക്ക് വെള്ളം. ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു അതിഥിയാണിത്. ഉടുമ്പിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനെ അടുത്ത് കാണാൻ പറ്റി. ഇതിനു മുമ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ കിളികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഷോക്കായത് ഈ ഒരു അഡ്വഞ്ചർ പാർക്കാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ശരിക്കും നല്ലപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓവർ വെയ്റ്റ് ഇല്ലാത്ത വലിയവർക്കും ഒക്കെ കയറി നമുക്ക് ഊഞ്ഞാലാടാനും ഇതുപോലുള്ള ഗെയിംസിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഞങ്ങൾ ആ പാർക്കിൽ കുറേയധികം സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. ആൺകുട്ടി വളരെയധികം എൻജോയ് ചെയ്തു. 10 ദിവസത്തെ ഓണത്തിൻ്റെ ലീവ് പാതിരാമണലിൽ വന്ന് അവളങ്ങ് അടിച്ചു പൊളിച്ചു. ഇത് കൂടാണ്ട് നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്ക് അല്ലാണ്ട് തന്നെ ഒരു ചെറിയ ഏറുമാടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഏറുമാടത്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് കൊടുത്തേക്കാം. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കുന്നവർ, അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരേണ്ടതാണ്. ഈ ഒരു പച്ചപ്പും ഈ ഒരു മണ്ണും ആ മണ്ണിൻ്റെ മണവും അതുപോലെ ചെറിയ കുളങ്ങളും ഒക്കെ കണ്ട്, കായലുമൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാം. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഈ നിങ്ങളിവിടെ മുടക്കുന്ന പൈസ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അപ്പം ഞങ്ങൾ പാതിരാമണലിനോട് വിട പറയുകയാണ്. വീണ്ടും ഇവിടെ വരാമെന്ന പ്രതീക്ഷയോടുകൂടി. Okay, thank you.